ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സീരീസിൻ്റെയും 5 സിനിമകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ സീരീസ് ഏതാണെന്ന് നോക്കാം. പഞ്ചായത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി സീരീസാണ്. 3ാമത്തെ സീസണാണ് ഈ ഒരു സീരീസിൻ്റെ. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് മെയ് മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസണും നല്ലൊരു വിജയം തന്നെയായിരുന്നു ഈ ഒരു സീരീസിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ നമ്മുടെ വിജയ് ആൻ്റണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത റോമിയോ എന്ന് പറഞ്ഞ സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി മെയ് മാസം 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അടുത്തത് ജെന്നിഫർ ലോപ്പസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സയൻസ് ഫിക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് അറ്റ്ലസ് എന്ന് പറഞ്ഞ സിനിമ. മെയ് മാസം 24-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിലും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ നോക്ക്. അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. സറാ ഹട്കെ സറാ ബച്കെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ജിയോ സിനിമയാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിലും ഇതിന് മുമ്പേ തന്നെ 1-2 ഡേറ്റുകൾ അവർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും സിനിമ റിലീസ് ചെയ്തില്ല. അപ്പോൾ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം മെയ് മാസം പകുതിയോടെ ഈ സിനിമ ജിയോ സിനിമ വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതൊരു ഹിന്ദി മൂവി തന്നെയാണ്. 8 AM മെട്രോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ മെയ് മാസം 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് മലയാള സിനിമയായ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്തു. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ആടുജീവിതം ആടുജീവിതമാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ മാസം ലാസ്റ്റോടുകൂടി ആടുജീവിതം OTT റിലീസ് ചെയ്യുന്നതാണ്. അതിന് ശേഷം മാത്രമേ വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്നുള്ളതാണ്, OTT റിലീസ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ജൂൺ മാസം പകുതിയോടുകൂടി നമുക്ക് ഈ ഒരു സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ തിയേറ്ററിൽ ഏകദേശം ഫൈനൽ റണ്ണിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കുക സിനിമകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.